ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. നാസർ നൂറുദ്ദീൻ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഉള്ളത് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിൽ ആ സൈറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ ഒരു പ്രൊജക്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 മാർച്ച് 7-നായിരുന്നു. ഒരു നോമ്പുകാലം കൂടിയാണ്. റമദാൻ 7 തന്നെയായിരുന്നു. അന്ന് നെല്ലായ പഞ്ചായത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അന്ന് ബഹുമാന്യനായ നെല്ലായ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അജേഷ് അവർകളെയും വാർഡ് മെമ്പർ, കമ്പനി സ്റ്റാഫ് അംഗങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, ഈ പ്രദേശത്തുള്ള ഏതാനും ചില വ്യക്തികളെ മാത്രം വിളിച്ചുകൊണ്ടുള്ള ചെറിയ ഒരു പ്രോഗ്രാമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അജേഷ് അവർകളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റെ കരങ്ങളാലെ ആദ്യ ചന്ദനമരം നട്ടുകൊണ്ടാണ് ഈ പ്ലാന്റേഷൻ പ്രൊജക്റ്റ് ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 7-ന് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ ആ ഒരു ചടങ്ങിലേക്ക് കാര്യമായി ആരെയും ക്ഷണിക്കുകയോ പബ്ലിക്കിലേക്ക് കൂടുതൽ അറിയിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിനെ കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആവട്ടെ മറ്റ് മേഖലയിലൂടെ ഒക്കെ തന്നെ അന്വേഷിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കൂടുതലും അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും അനുഭവക്കുറവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ വർത്തമാനങ്ങളുമാണ് കൂടുതൽ കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അറിവിലും കാഴ്ചപ്പാടിലും മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങളെ ഇത് ഞങ്ങൾക്ക് നേരിൽ കണ്ട് ഞങ്ങളുടെ പ്ലാന്റേഷനിലൂടെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി ഇത് നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്ര കാലം അത്രയും ഞങ്ങളത് പബ്ലിക്കിലേക്ക് കൂടുതലായി ഞങ്ങളത് അനൗൺസ് ചെയ്യാണ്ടിരുന്നത്. ഇന്നിപ്പോൾ 2025 ഒക്ടോബർ 10. ഈ 7 മാസം കൊണ്ട് ഈ പ്ലാന്റേഷന്, ഈ ചന്ദനത്തെ ഏകദേശം എൻ്റെ എത്ര ഹൈറ്റിലേക്ക്, ഏകദേശം 5.5 അടിയോളം എൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. ഈ ഹൈറ്റിലേക്ക് ഈ മരത്തെ ദൈവം തമ്പുരാൻ പടച്ചോന് പ്രപഞ്ചം ഇതിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ടും ഞങ്ങളുടെയൊക്കെ അറിവും പഠനങ്ങളും അന്വേഷണങ്ങളൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ, പരിചരണത്തിലൂടെ, അതിനെ വളർത്തുന്ന രീതിയിലൂടെ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് അറിവും കാഴ്ചപ്പാടുമുള്ള സയൻറ്റിസ്റ്റുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള നിരന്തരമായ നെഗറ്റീവ് കമൻറ്റുകൾ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങളതിനെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത് ഞങ്ങളിത് അനൗൺസ് ചെയ്യുന്നത്. ആയതിനാൽ തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ കാലാവസ്ഥ പൂർണ്ണമായും ചന്ദനത്തിന് അനുകൂലമാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു സ്വാഭാവികമായ ചന്ദനമരത്തിൻ്റെ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂർ മാത്രമാണ്. എന്ന് കരുതി മറയൂർ മാത്രമേ ഇത് വളരുകയുള്ളൂ എന്നുള്ളത് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല, ആരും തെളിയിച്ചിട്ടുമില്ല. മറിച്ച് എല്ലാ പശ്ചിമഘട്ടം കണക്ട് ചെയ്ത് പോകുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലൂടെയും പശ്ചിമഘട്ടം കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെയും, തീരദേശ മേഖലകളിലല്ലാത്ത ഉയർന്ന ഭൂമി പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇതിന് അനുകൂലമായ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളെ പ്രത്യേകമായി കണ്ടെത്തിക്കൊണ്ട് അവിടെയെല്ലാം ഇത് വളർത്താൻ സാധിക്കുമെന്നുള്ളത് നിരന്തരമായ പഠന റിപ്പോർട്ടുകൾ, ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ തന്നെ അനൗൺസ് ചെയ്തിട്ട് പോലും ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും ഇതിലേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് ഇന്ന് ഇന്ത്യയിൽ ചുരുക്കം ചില കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കം ചില കമ്പനികൾ ചെയ്യുന്നത് അവരുടെ മിഷനും വിഷനും സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ വെബ്സൈറ്റിലൂടെയും പബ്ലിക് മീഡിയകളിലൂടെയൊക്കെ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് ഒപ്പം നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനനുസരിച്ചുകൊണ്ട് മാത്രമേ അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷനും മിഷനും ജനങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കാൻ പോകുന്ന അവരുടെ മിഷൻ ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് ഇവിടെ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൃത്യമായ ടാർഗറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി, ഞങ്ങളുടെ കമ്പനി ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ
കഴിഞ്ഞ ഏകദേശം 7 മാസം മുമ്പ്, ഏകദേശം 1 വർഷം മുമ്പാണ് ഇതിനെക്കുറിച്ചുള്ള നിരന്തരമായ പഠനങ്ങളും യാത്രകളും ഗവേഷണങ്ങളുമായി കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാർച്ച് 7-ന് കൃത്യമായി ഈ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് ഇത് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് തെളിയിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെയും പബ്ലിക്കിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതാനും ചില വ്യക്തികളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻകം കണ്ടെത്തിക്കൊണ്ട് ഇവിടെ ഏകദേശം ഒരു 2.5 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് ഇവിടെ പ്ലാന്റേഷൻ ചെയ്ത് ഞങ്ങളത് പ്രായോഗിക തലത്തിൽ കാണിച്ചു തന്നുകൊണ്ട് സമൂഹത്തോട് ഇതാ പബ്ലിക്കിനോട് പറയുന്നു, ഇത് നമ്മുടെ നാട്ടിൽ വളരും, ഒരു പണം കായ്ക്കുന്ന മരമാണ് എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് നിരന്തരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നു ചന്ദനമരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പല മാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പണം കായ്ക്കുന്ന മരമാണ് ചന്ദനമരമെന്ന്. ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനന്ത സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് കമ്പനി വളരെ വേഗത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇതിൻ്റെ ഇനാഗുറേഷൻ പ്രോഗ്രാം ഉൾപ്പെടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസുകളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ അറിവുകളും നിങ്ങളിലേക്ക് പകരാൻ തയ്യാറായിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു പ്രൊജക്റ്റുമായി നിങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിക്കൊണ്ടും ഈ പ്രൊജക്റ്റിൽ നിന്നുകൊണ്ട് 5 സെൻറ്റ് സ്ഥലവും 23 ചന്ദനമരങ്ങളും അടങ്ങുന്ന നമുക്ക് 15 കൊല്ലത്തിന് ശേഷം വലിയൊരു ഇൻകം റിട്ടേൺസ് ലഭിക്കാനെടുക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിലേക്ക് അംഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്, അന്വേഷിക്കാവുന്നതാണ്. ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തുക. പ്രകൃതിയോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന ഈ ചന്ദനമര കൃഷിയിൽ പങ്കാളിയാകുന്നതോടുകൂടി 15 വർഷത്തിന് ശേഷം വലിയൊരു സാമ്പത്തിക ലാഭം പ്രകൃതി തന്നെ നമുക്കുണ്ടാക്കി തരുന്നതോടൊപ്പം പ്രസൻ്റ്ലി ഒരു വരുമാനം കൂടി നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് റിയൽ വെസ്റ്റ് കമ്പനി സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ പങ്കാളിയാകാൻ ഉദ്ദേശിക്കുന്നവരും തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ.